വഖഫ് ഭൂമി അല്ലാത്തൊരു ഭൂമി, സാധാരണ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് തീരെഴുതി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടുത്തെ ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് സമരം നിർത്തിപ്പോയ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടാവുന്ന എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം മുനമ്പത്തെ ജനങ്ങൾ ഇപ്പോഴും ഈ തടവറയിൽ തന്നെയാണ്. പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സമുദായ നേതാക്കളില്ല, രാഷ്ട്രീയ സംഘടനകളിൽ അന്ന് ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന ആരും തന്നെ ഇല്ല. ഇപ്പൊ BJP മാത്രമാണ് ഇവിടെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വഖഫ് അമെന്റ്മെന്റ് ആക്ട് വരുന്നു, അതിനെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഞങ്ങളിവിടെ നിലനിന്ന് പോകുന്നുള്ള വിശ്വാസം പൂർണ്ണമായി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് ഈ ആരോപണവും ഈ ആസൂത്രണവും നേരത്തെ തന്നെ ഒരു കൂട്ടരുടെ കയ്യിലുണ്ടായിരുന്നതാണ്. അന്ന് ഉണ്ടായിരുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സമുദായ പ്രമുഖരുടെയും ചില ബിഷപ്പുമാരുടെയും മറ്റുള്ള ആളുകളുടെയും കൂടി ഒരു ഗൂഢാലോചന തന്നെയായിരുന്നു ഈ ഞങ്ങൾക്ക് പകരം വേറെ എവിടെയെങ്കിലും ഭൂമി സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഞങ്ങളെ സ്വതന്ത്രമായിട്ട് വിടുക ഒരു ഫോർമുലയായിരുന്നു. പക്ഷെ അന്നത്തെ നിയമപ്രകാരം അതൊരിക്കലും സംഭവ്യമായ ഒരു കാര്യമല്ല. എന്നാൽ ഒരിക്കൽ വഖഫായി കഴിഞ്ഞാൽ ആ ആള് എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പിന്നീട് ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കായിരുന്നു. അപ്പൊ ഈ ഒരു ആരോപണവും ആസൂത്രണവും ഗൂഢശക്തികൾ നേരത്തെ നടത്തിയിരുന്നതാണ്. പക്ഷെ നമസ്കാരം, റോയ്. ചേട്ടിപ്പോ ഈ വഖഫ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിവാദങ്ങളും നമ്മുടെ നാട്ടിൽ പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ മുനമ്പത്തെ ജനങ്ങളിടയിൽ ഒരു സംസാര വിഷയം വരുന്നുണ്ട്. ഈ മുനമ്പം ഭൂമി അത് വഖഫ് ബോർഡിനെ തീരെഴുതി കൊടുക്കുന്ന തരത്തിലേക്കുള്ള ആസൂത്രണം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ പ്രചരണവും ആസൂത്രണവും ഇപ്പോൾ തുടങ്ങിയതല്ല. ശരിക്കും ഇതിന്റെ ആരംഭ ദശയിൽ തന്നെ ഇവിടുത്തെ സമുദായ നേതാക്കളും പ്രമുഖരും രാഷ്ട്രീയ നേതൃത്വവും ഉള്ള ഒരു ഈ മുസ്ലിം ലീഗിന്റെ ചില നേതൃത്വങ്ങളും അടങ്ങിയ ഒരു ഗ്രൂപ്പ് ആണ് ഈ ശരിക്കും സമരം തുടങ്ങാൻ പോലും പ്രേരിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന അറിവ്. ഇവരുടെ ഉദ്ദേശം എന്താണെന്നുണ്ടെങ്കിൽ സമരം തുടങ്ങുക, എന്നിട്ട് പെട്ടെന്ന് കമ്മീഷൻ പോലുള്ള എന്തെങ്കിലും സംഭവത്തിലേക്ക് വരിക, ആ കമ്മീഷന്റെ ഒരു അജണ്ടയായിട്ട് ഒരു ഫോർമുലയായിട്ട് മുനമ്പം സമരത്തിന് പകരം വഖഫ് ബോർഡിനെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങളിത് പണ്ടുപോലെ പറയുന്നതാണ്, ആരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൂ. ഇതേ ഭൂമി, അതായത് കടലിൽ കിടക്കുന്ന ഭൂമി അടക്കം 404.76 സെന്റ്, 404 ഏക്കർ 76 സെന്റും കാസർഗോഡ് എങ്ങോ കൊടുക്കാനുള്ള ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ആദ്യകാലം സമരം തുടങ്ങിയത് പോലും. പക്ഷെ ഈ നീതിയുള്ള ഒരു സമരം ആയി മാറേണ്ടതുകൊണ്ട് സൂര്യ ക്ലബ്ബ് പോലുള്ള മുനമ്പത്തെ ചെറുപ്പക്കാരുടെ സംഘടനകൾ ഈ സമരത്തിലേക്ക് വരികയും ആദ്യം ഈ ഗൂഢാലോചന നടത്തിയവരുടെ കയ്യിൽ നിന്ന് ഈ സമരം വഴുതി മാറി പോവുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് മുനമ്പം സമരം മറ്റുള്ള പലരുടെയും സുമനസ്സുകളായ പല രാഷ്ട്രീയക്കാരുടെയും സുരേഷ് ഗോപിയുള്ള പോലെയുള്ള MP-യുടെയും ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അടുത്ത് പറയുന്ന മറ്റൊരു സിനിമ കാരനും കൂടിയുണ്ട്, സന്തോഷ് പണ്ഡിറ്റ് എന്നാണ്. അദ്ദേഹം ഒക്കെ വന്നു മറ്റുള്ളവരെല്ലാവരുടെയും അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കപ്പെടേണ്ട ചില സമയങ്ങളിൽ നിൽക്കക്കളിയില്ലാതെ സപ്പോർട്ടായിട്ട് വന്ന കുറെ ആളുകളുണ്ട്. അവരുടെയൊക്കെ തനിനിറം നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. എന്താണെങ്കിൽ മുനമ്പത്തെ ജനങ്ങൾ ഇപ്പോഴും ഈ തടവറയിൽ തന്നെയാണ്. പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സമുദായ നേതാക്കളില്ല, രാഷ്ട്രീയ സംഘടനകളിൽ അന്ന് ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന ആരും തന്നെ ഇല്ല. ഇപ്പൊ BJP മാത്രമാണ് ഇവിടെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വഖഫ് അമെന്റ്മെന്റ് ആക്ട് വരുന്നു, അതിനെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഞങ്ങളിവിടെ നിലനിന്ന് പോകുന്നുള്ള വിശ്വാസം പൂർണ്ണമായി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് ഈ ആരോപണവും ഈ ആസൂത്രണവും നേരത്തെ തന്നെ ഒരു കൂട്ടരുടെ കയ്യിലുണ്ടായിരുന്നതാണ്. അന്ന് ഉണ്ടായിരുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സമുദായ പ്രമുഖരുടെയും ചില ബിഷപ്പുമാരുടെയും മറ്റുള്ള ആളുകളുടെയും കൂടി ഒരു ഗൂഢാലോചന തന്നെയായിരുന്നു ഈ ഞങ്ങൾക്ക് പകരം വേറെ എവിടെയെങ്കിലും ഭൂമി സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഞങ്ങളെ സ്വതന്ത്രമായിട്ട് വിടുക ഒരു ഫോർമുലയായിരുന്നു. പക്ഷെ അന്നത്തെ നിയമപ്രകാരം അതൊരിക്കലും സംഭവ്യമായ ഒരു കാര്യമല്ല. എന്നാൽ ഒരിക്കൽ വഖഫായി കഴിഞ്ഞാൽ ആ ആള് എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പിന്നീട് ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കായിരുന്നു. അപ്പൊ ഈ ഒരു ആരോപണവും ആസൂത്രണവും ഗൂഢശക്തികൾ നേരത്തെ നടത്തിയിരുന്നതാണ്. പക്ഷെ അത് ഇവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഭൂസംരക്ഷണ സമിതി നേതാക്കള് പരാജയപ്പെട്ടു. അതിന് പരാജയപ്പെടാനുള്ള കാരണം അവരും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും 101% ഉറപ്പിച്ച് പറയാം. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ ഒരു UDFന്റെ സംസ്ഥാന ഭരണം, ഇത് പൊതുവെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും അറിയാവുന്നതാണ്. വഖഫ് ബോർഡിന് എതിരെ ഒരു നിലപാടെടുക്കുന്ന ഒരു സംവിധാനമല്ല. മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു സഖ്യ സംവിധാനത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാകുമ്പോൾ മുനമ്പ ജനതയ്ക്ക് നീതി എന്നുള്ളത് അകലാനുള്ള സാധ്യത കൂടുതലല്ലേ? അതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഇവിടെ ഇതിൻ്റെ അകത്ത് ഒരു വർഗീയത ആരോപിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ VD സതീശൻ സാറാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ വളരെ സമാധാനപരമായിട്ട് ഈ രാജ്യത്തിലെ ഒരു കരിനിയമത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവിടെയുള്ള നാനാജാതി മനസ്ഥരും ഇവിടെ താമസിക്കുന്ന ആളുകൾ നിർഭാഗ്യവശാൽ അതിനകത്തൊരു പ്രത്യേക സമുദായം ഇല്ല എന്ന് വെച്ചിട്ട് ഇവിടെ മറ്റുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ
മുനമ്പം സമരത്തിൽ വർഗീയത ആദ്യം കൊണ്ടുവന്നത് വി ഡി സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് ഈ മുനമ്പം സമരം നടക്കുന്നതിന് കുറച്ച് അപ്പുറത്ത് വന്നിട്ട് ഞങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാനും ഞങ്ങളോടൊപ്പം ഉള്ള കുറച്ച് പേരും ഉറച്ചു വിശ്വസിക്കുന്നത് ഈ 2019 ഇത് വഖഫ് രജിസ്ട്രിയിലോട്ട് എഴുതിയെടുത്തത് അന്നത്തെ വഖഫിന്റെ ചെയർമാനായിരുന്ന റഷീദ് അലി തങ്ങളായിരുന്നു. ആ ഒരു വിവരം മുനമ്പം സമരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ജോഷി മയ്യാറ്റിനെ പോലുള്ള അച്ഛനും ഞങ്ങളുടെ ഇവിടുത്തെ കുറെ ആളുകളും അത് കണ്ടെത്തുകയും അത് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും നിറഞ്ഞു വന്നപ്പോൾ അതൊന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ വേണ്ടി, അങ്ങനെയല്ലാന്ന് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ആണ് അന്നത്തെ ആ ഒരു 10 മിനിറ്റ് സംവാദം അല്ലെങ്കിൽ 10 മിനിറ്റ് തീർക്കാം എന്നുള്ള ഒരു കാര്യത്തിലോട്ട് വന്നാണ് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഫാദർ ജോഷിയും ഫാദർ സ്റ്റാൻലി ദേവൻ സാർ പോലുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പഴയ വഖഫ് നിയമത്തിലെ 4ഉം 5ഉം സെക്ഷൻ പ്രകാരം ഒരു നടപടിക്രമം പാലിക്കാതെയാണ് അന്ന് എഴുതിയെടുത്തത്. റവന്യൂ ബോർഡിന്റെ ആ ഒരു തെറ്റായ നടപടി തിരുത്താൻ 10 മിനിറ്റ് പോലും വേണ്ട, 5 മിനിറ്റ് മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നോട്ടെ. പല വേദികളിലും ഞങ്ങൾ മുനമ്പം സമരമായിട്ട് ഇപ്പോഴും മുമ്പോട്ട് പോകുന്ന ആളുകൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോഴും പറയുന്നത് പഴയ വഖഫ് നിയമം വെച്ചാണെങ്കിലും പുതിയ വഖഫ് നിയമം വെച്ചാണെങ്കിലും ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കിട്ടുമായിരുന്നു. പക്ഷെ അത് ആർജവത്തോടു കൂടി ചെയ്യാനുള്ള ഭരണ നേതൃത്വം അന്ന് ഇല്ലാതെ പോയി. ഇന്ന് അതിന്റെ പിന്തുടർച്ച ഇവർ നിർവഹിക്കുന്നുള്ളൂ. 10 മിനിറ്റ് പോലും വേണ്ട, 5 മിനിറ്റ് ഉണ്ടെങ്കിൽ റവന്യൂ ബോർഡിന്റെ അന്നത്തെ തെറ്റായ ഒരു തീരുമാനം തിരുത്തിയാൽ ഇന്നും മുനമ്പംകാർക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് നടക്കും. നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ സമരം തുടങ്ങിയപ്പോ നിരവധി നാളുകളായി. വീണ്ടും പുതിയ വാർത്തകൾ വരുന്നത് മുനമ്പം ഭൂമി വഖഫിന് കൈമാറുന്ന തരത്തിലേക്കുള്ള ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശരിയാണോ? താങ്കളൊരു വിലയിരുത്തൽ എന്താണ് ഈ ഒരു വിഷയത്തിൽ? ഇപ്പോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഇപ്പൊ ഞങ്ങൾ കണ്ട പോസ്റ്ററുകളുടെയൊക്കെ എല്ലാത്തിന്റെയും പിൻബലത്തിൽ ഞങ്ങൾ പറയുന്നത് ഇവിടെ ഒരു വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതായത് ഇത് വഖഫ് ഭൂമിയാണെന്ന്, വഖഫ് ഭൂമി അല്ലാത്തൊരു ഭൂമി, സാധാരണ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് തീരെഴുതി കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഇവിടുത്തെ ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് സമരം നിർത്തിപ്പോയ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പൊ ഒരു വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടാവുന്ന എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം അതിലൊരു ആദ്യം എടുത്ത് പറയേണ്ട ഒരു ഗൂഢാലോചനയെ കുറിച്ച് ഞങ്ങൾക്ക് സംശയം തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇത് മുനമ്പം സമരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരുന്ന കാര്യമാണ്. ആരുടെയും ഒരു പിരിവോ ഒന്നുമില്ലാത്തൊരു സൗജന്യമായ ആരുടെ അടുത്ത് ഒരു കാര്യത്തിനും ഞങ്ങൾ പോയിട്ടില്ല. പക്ഷേ ഞങ്ങളറിയാതെ ഇവിടുത്തെ വൈദികന്റെ നേതൃത്വത്തിലും ഈ ഭൂസംരക്ഷണ 2 പേര് അല്ലാതെ മറ്റുള്ളവരല്ല, ഒരു 3 പേരുടെ നേതൃത്വത്തിൽ വലിയൊരു പിരിവ് നടത്തുകയും സുപ്രീം കോടതിയിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വക്കീലിനെ പോകണമെന്നും പറഞ്ഞവർ ഏൽപ്പിച്ചു. പക്ഷെ ഇന്ന് ഏറ്റവും രസകരമായ ഒരു സംഭവം, സുപ്രീം കോടതിയിൽ ഭൂസംരക്ഷണ സമിതിയുടെ വക്കീലും വഖഫ് ബോർഡിന്റെ വക്കീലും ഒന്ന് തന്നെയാണ്. ഇതില് സംശയം ആർക്കായാലും വരുമല്ലോ. ഒരു സാമാന്യം ചോറ് തിന്നണ ഒരു മനുഷ്യന് തോന്നുന്ന കുറച്ച് സംശയങ്ങളേ ഉള്ളൂ. എല്ലാത്തിലുപരി ഇപ്പൊ ഇവിടെ അറിയുന്ന ഞായറാഴ്ച ഒരു സംവാദം നടക്കാൻ പോകുന്നത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വഖഫ് ഇത് തർക്കഭൂമിയാണെന്നും പറഞ്ഞുള്ള ഒരു സംവാദമാണ് നടക്കാൻ പോകുന്നത്. ഒരു കോടതിയിലിരിക്കുന്ന ഒരു ഭൂമിയെക്കുറിച്ച്, കോടതിയിലിരിക്കുന്ന ഒരു കേസുള്ള ഒരു ഭൂമിയെക്കുറിച്ച് എന്ത് സംവാദമാണ്? ഇവർ 3 പേരാണ് ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. വികാരി അച്ഛന്റെ നേതൃത്വത്തിലും ഈ ഭൂസംരക്ഷണ സമിതി കൺവീനർ ബെന്നി. പക്ഷെ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഭൂസംരക്ഷണ കൺവീനർ ബെന്നി കുറുപ്പശ്ശേരിയല്ല. ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനർ സുനിൽ ചൂതമ്പറമ്പിലാണ് ഒഫീഷ്യലി. ഇദ്ദേഹം പേരിനൊരു കൺവീനർ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചെയർമാൻ സെബാസ്റ്റ്യൻ. അപ്പൊ ഇവർ 3 പേരുമാണ് സംവാദത്തിന് പോകാൻ പോകുന്നത്. എന്തിനാണ് സംവാദത്തിൽ പോകുന്നത്? കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസുള്ള ഒരു ഭൂമിനെ കുറിച്ച് എന്ത് സംവാദിക്കാൻ? അതിൽ ഇവർക്കെതിരെ സംസാരിക്കാൻ പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയണോ? വഖഫ്, അതായത് ഈ പള്ളി കയ്യേറ്റ ഭൂമിയിലായിരുന്നു ഇരിക്കുന്നതെന്ന് സംസാരിക്കാൻ പോകുന്ന ലുക്മാൻ. പിന്നെ ഞങ്ങൾക്കെതിരെ വളരെയേറെ മോശം കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരു പ്രകാശ് ബാബു. ഈ പ്രകാശ് ബാബു പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരൻ കൺവീനർ ആണെന്നാണ് പറയണത്. കൺവീനർ ബെന്നിയുടെ പേരിലാണ് കയ്യേറ്റം ഉള്ളതെന്നാണ് ഈ പ്രകാശ് ബാബു പറയുന്നത്. അദ്ദേഹം സിറ്റിങ്ങിന് വന്നപ്പോൾ, കമ്മീഷന്റെ സിറ്റിങ്ങിൽ വന്നപ്പോൾ പറയുന്നത് കൺവീനർ ബെന്നി കയ്യേറിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കറിയാം ഇതെല്ലാം നടക്കാത്ത കാര്യം. പക്ഷെ എന്തുകൊണ്ട് ഒരു പൊതുയോഗം വിളിച്ച് ജനങ്ങളെ അറിയിച്ചിട്ട് ഇവർക്ക് പോയിക്കൂടാ? ഇവർ അവിടെ ചെന്ന് തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ എന്തെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് വരും. അതൊരു വീഡിയോ പ്രൂഫായിട്ട് മറ്റുള്ളവർക്ക് എടുത്തിട്ട് അത് പ്രദർശിപ്പിച്ച് മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് എഴുതി കരാറെടുക്കണം. അപ്പൊ ഇപ്പോ ഞങ്ങള് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ചെയർമാന്റെ അടുത്ത് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ചെന്ന് ചോദിച്ചോ പറഞ്ഞു അയാൾക്കറിയില്ലായിരുന്നു. ബെന്നി ഉണ്ടാക്കിയ ഒരു പ്ലാനാണ് സംവാദം എന്നാണ് പറഞ്ഞത്. അപ്പൊ ബെന്നിനോട് ചോദിച്ചപ്പോൾ ബെന്നി പറയണ വികാരി അച്ഛൻ ഉണ്ടാക്കിയ ഒരു പ്ലാനാണെന്നാണ് പറഞ്ഞത് സംവാദം. വികാരി അച്ഛനോട് ചോദിച്ചത് വികാരി അച്ഛൻ പറയണം
കോട്ടപ്പുറം രൂപതയിലെ വികാരി ജനറൽ ഉണ്ടാക്കിയ ഒരു പ്ലാനാണെന്ന് പറയുന്നത്. അപ്പം ഇതെന്താണെന്ന് ഇപ്പോൾ ഒരു പിടിയില്ല. അപ്പം ഞങ്ങളുടെ ബലമായ സംശയം ഇവർ ഞങ്ങളുടെ ഈ ഭൂമി വഖഫ് ഭൂമിയായിട്ട് എഴുതി കൊടുക്കാനുള്ളൊരു പുറപ്പാടിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടണ ഒരു കാര്യം.